സോ ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല മഹത്തായ ഒരു ദിവസമാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്ന മൂത്താപ്പൻ്റെ വരയിലാണ്, കാണിച്ചു കൊടുക്കി. അപ്പോൾ നമ്മൾ കുറച്ച് പ്ലാൻ ഉണ്ട്. സാധാരണ ഈദിൻ്റെ മാതിരിയല്ല. സാധാരണ ഈദിൻ്റെ അന്ന് ഉണ്ടാവല് പള്ളിയിൽ പോവുക, വന്ന് സോഫമ്മ കിടക്കുക, നിസ്കരിച്ചിട്ട് വന്ന് സോഫമ്മ കിടക്കുക, തിന്നുക, പിന്നെയും കിടക്കുക. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വേറൊരു പ്രത്യേകം പാടിയുണ്ട്. നമുക്ക് 100K ഒരു മുതൽ വീട്ടിൽ കിടക്കുക. ഞാൻ ജസ്റ്റ് സ്റ്റോറി ഇട്ടിന്ന് ഇൻസ്റ്റയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മൂത്താപ്പത്തിയുണ്ട്. സോറി, പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ മഹത്തായ ഈദുൽ ഫിത്തറിൽ ഏറ്റവും വലിയൊരു സാംസ്കാരിക കേരളം കെട്ടിപ്പടുക്കാൻ എല്ലാ യുവാക്കളും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക. മദ്യം, മയക്കുമരുന്ന്, മറ്റ് എന്തെല്ലാം അധാർമികമായ പ്രവർത്തനമുണ്ടോ അതൊക്കെ വെടിഞ്ഞ് സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും മതമൈത്രിയിലും കൂട്ടായ്മയിലും നല്ലൊരു കേരളം ഉണ്ടാക്കണം. അത് ഇന്ത്യ രാജ്യത്തിനും മാതൃകയാകുന്ന രൂപത്തിലായിരിക്കണം. അതായിരിക്കണം ഈ ചെറിയ പെരുന്നാളിലെ ഏറ്റവും വലിയ സന്ദേശം. ഇതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. എന്നോടും അതന്നെ പറയാനുള്ളത്. അപ്പോൾ കേരളത്തിന് പറ്റിയ അതാണ് നമ്മളെ മൂത്താപ്പ മുഹമ്മദ് കോയ തങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത സെക്ഷനിക്ക് പോവാം. അടുത്ത എന്താണെന്ന് ഫോട്ടോ എടുക്കുന്ന സെക്ഷനാണ്. എവിടെ എൻ്റെ കണ്ണട? അവിടെ എൻ്റെ കണ്ണട കിട്ട് നടക്കിടാടെ. ഐഡി എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഇത് താടിട്ടോ. ഇതിന് പ്രാവശ്യം കളറ് മാറ്റിക്കണോ? എടുത്തുകൊണ്ടിരി. വായക്കണ് കയറ്റണ്ട. കണ്ണടൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ വെർസാഷ ഞാൻ ഗോൾഡൻ ഷെയ്ഡിലാണ് വരുന്നത്. നമുക്കൊരു പേജ് വരെ അയച്ചതാണ്. എവിടെ മൂത്താപ്പാവിൻ്റെ നല്ലൊരു സന്ദേശം തന്നിക്കണു. പിന്നെ എവിടെ അത് നോക്കി. യോയ മൂത്താപ്പ ആ സീന് ഒരേ നൃത്തം. മൂത്താപ്പയും എന്താ പറയാ പേരക്കുട്ടി ഒരേ നൃത്തം. കന്നഡന്റെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കി. പുലിയൊക്കെ ഉണ്ട് കേട്ടോ. മരുമോനക്ക് പേരക്കുട്ടിക്ക് പുലിയുള്ള കണ്ണടൊക്കെ ഉണ്ട്. മൂത്താപ്പയും ഒരേയോ. അപ്പൊ നമ്മളെ എളാപ്പുണ്ട്. ഇങ്ങോട്ട് വരി. നമ്മളെല്ലാരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. അതിൽ നിങ്ങൾ പെട്ടിയില്ല. എന്താ പറയാനുള്ളത്? അത് മനഃപൂർവ്വം ഷൗക്കത്ത് തന്നെ അപമാനിച്ചതാണെന്നുള്ളതാണ്. എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അതിന്റെയാണ് അതിന്റെ അർത്ഥം. എന്ത് പിന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. അവിടെ സൺസ്ക്രീൻ ഒക്കെ ഇട്ട് വന്നിക്കാണ്. വലിയ കെടുന്ന ഫോട്ടോയിൽ പെട്ടിയില്ല. സൺസ്ക്രീൻ അതിന് ഇട്ടതൊന്നല്ല. അത് നമ്മളൊരു ഈമുള്ള ആളുകളെ മുഖത്ത് ഇങ്ങനെ തെളിച്ചുണ്ടാവും. അല്ലെ എന്ത് ബ്ലോഗറങ്ങള് സൺസ്ക്രീൻ ഇടുന്ന ഫോട്ടോ എടുക്കാനാ? അല്ല തളരാതെ പിടിച്ചിരിക്കണം. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഈ ഫോട്ടോ എടുക്കുമ്പോ വെയില് നമ്മൾ മുഖത്തേക്ക് വരാതിരിക്കാൻ. ഞാൻ ചോദിക്കാണ്ട് വിചാരിച്ചത്. പിന്നെ പൊതുസമൂഹത്തിനോട് പറയാനുള്ളത് ഇപ്പൊ നമ്മൾ ഉസ്താദ് പറഞ്ഞ കേട്ടില്ലേ? എന്ത് അതിന് പ്രതിജ്ഞ എടുത്തങ്ങള് എന്തെടുത്ത്? ലഹരി എടുക്കൂല. ലഹരി എന്ന് പറയാ നിങ്ങളെ ന്യൂ ജനറേഷനോട് കള്ള്, കഞ്ചാവ്, MDMA, സ്റ്റിക്കർ, സ്റ്റാമ്പ്. നമ്മള് പണിയെടുത്തില്ല എന്ന് പറയണ്ട. എവിടെ അതാ അച്ചാറുണ്ടോ? ഞാൻ പിടിക്കാൻ വെച്ചിരുന്ന സാധനം കൊണ്ടേ. എന്റെ കണ്ണടേ എടുക്കാം. എവിടെ ഞാന് ശരിക്കുള്ള അഫ്ലൂസം കാണുന്നത്. ക്യാമറ വെച്ചല്ലേ അഫ്വാ. ഓ സിസ്റ്റർ സ്നേഹം. എന്താ പറയാ? സിസ്റ്റർ ലവ്. ഡ്രസ് സീന് മാല ഒക്കെ ഞാൻ ഇതിന്റെ വക തന്നെയാണ്. ഒന്ന് കറങ്ങി കാണിച്ചു കൊടുത്താണി. എവിടെ അല്ല തലറിഞ്ഞു വെക്കണ്ട. അത് മതി.
കുടിക്കാൻ വന്ന് എന്നെ കൂടെ ഇതാക്കിയിട്ട് എല്ലാവരും കൊടുക്കാം എടുത്തോളി. ഞാൻ പായസത്തിന്റെ റിവ്യൂ പറയുകയാണെങ്കിൽ അടിപൊളി. ഞാൻ പുകഴ്ത്തി പറയണ മറ്റേ പറയണമെന്ന് പറയണ്ട, സംഭവം രസമുണ്ട്. പക്ഷെ പാലിൽ എന്തൊക്കെയോ ഒരു പാലിൽ വെള്ളം ചേർത്തുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെ നെക്സ്റ്റ് പരിപാടി പ്ലേ ബട്ടൻ്റെ എന്നെ എവിടെ നമ്മൾ ഇനി കളി മാറും. കാരണം ഞാൻ തുടങ്ങി അന്ന് ഇന്നെ കുറേ ആൾക്കാർ നല്ല കളിയാക്കണം. ഇന്നൊക്കെ നല്ല ഓർമ്മ. എൻ്റെ കുടുംബത്തിലത്തെ ഒരാൾ ഒരു ഫംഗ്ഷന് ഞാൻ പോയപ്പോൾ എന്താക്കി ഇനി ഒറ്റ കിട്ടി. അതിലെന്ത് പറഞ്ഞു, അന്നെ കൊണ്ട് നടക്കൂല, നിർത്തിക്കോ. ഞാൻ പേര് എടുത്ത് പറയണില്ല. എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. എന്ത് ഫംഗ്ഷന് പോയപ്പോൾ ഒറ്റക്ക് കിട്ടിയപ്പോൾ എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞു, സ്ത്രീയാണ് പക്ഷെ ഞാൻ പേര് പറയണില്ല, ഒരു കിളവി അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഓൽക്കുള്ള ഓൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യണു കേട്ടോ. പിന്നെ നമ്മൾ ജസ്റ്റ് പാൻ്റ് ഒന്ന് മാറ്റിയിരുന്നു. അതെന്താ വെച്ചാൽ തുണി കൊഴിഞ്ഞാടുന്നതിന് കണക്കില്ല. നടക്കുമ്പോൾ ഒരു 5 അടി നടന്നതിനെ പിന്നെയും കൊഴിഞ്ഞാടും. പിന്നെ ഈ പാൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നമ്മൾ അടിച്ചു കിട്ടോ. കാരണം തുട കാണുന്നത് പറഞ്ഞാൽ ഈ നിസ്കരിക്കുമ്പോഴും പിന്നെ അമ്മമാരൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ആവശ്യമില്ലാത്തടത്തൊക്കെ തൊടും പിടിക്കുക ചെയ്യാം. ഇത് എന്താണ് ഹൈലൈറ്റ് വേണ്ടല്ലേ. പിന്നെ ബാക്കിൽ പോക്കറ്റ്. ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽ. നമ്മൾ ആ റീലിൽ കുറേ ആൾക്കാർ ചോദിച്ചു ഇതിനെ പറ്റിയിട്ട്. വളഞ്ഞത് തന്നെ ഇത് ബക്കിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെയാണ് ഹൈലൈറ്റ് ഇതിൻ്റെ ഡീറ്റെയിൽഡ്. ഇത് നമ്മൾ ഗിവ് കൊടുക്കുമെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു, പക്ഷേ കൊടുക്കണില്ല. അതാണ് ഇനി നമ്മൾ ഷൂ ഇടണം. പോവാം. സോ ഇനി നമ്മളങ്ങനെ പോവാണ്. നമ്മളെ പുതിയ കസിനെത്തിയിട്ടുണ്ട്. പെരട്ട കസിൻ എല്ലാത്തിലും എത്തിയാലുള്ള പെരട്ട കസിനെത്തിയിട്ടുണ്ട്. കേറി ആവശ്യമില്ലാത്തവരൊക്കെ വലിയ നിങ്ങളാരെ വിളിച്ചാ വന്നാൽ മതി എന്നല്ലേ പറഞ്ഞത്. സോ ഗൈസ് അങ്ങനെ നമ്മളെ കസിൻ എത്തിയിട്ടുണ്ട്. പരിചയപ്പെടി. എന്റെ പേരോ ഹുദ. അതറിയ. പിന്നെ നമ്മളെ വേറെ കസിൻ ബ്രദറാണ് നമ്മളെ. ഓടിയോടുത് ഉണ്ട് കാര്യം. നമ്മളെ എഡിറ്ററാണ്. ഞാൻ ID മേലെ കൊടുക്കാം. ഞാൻ പൈസ ഉണ്ടല്ലോ അത് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മള് പ്ലേ ബട്ടന്റെ വീഡിയോ എടുക്കാൻ വന്നിക്കാണ്. അതിഞ്ഞെടുക്കണം. എടുക്കന്നാ എവിടെ അങ്ങനെ വെക്കാം. എന്നിട്ട് വേണ്ടത് മാസം അറിയില്ലേ. ഞാൻ നടന്നു വരും. മാസമായി നടന്നു വരും. അതിലെന്താക്കണം കിട്ടണം. ലൈറ്റൊന്നും വേണ്ട. ഇതാക്കാം. ഇങ്ങനെ നടന്നു പോവാ അല്ലേ. ഓരോ ഷോട്ട് അതോ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുക? എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണോ അതോ ഓരോ ഷോട്ട് എടുക്കുക? അങ്ങനെ എടുക്കാം. ഞാൻ നടക്കുന്ന ഇതായിട്ട്. റെഡി 1 2 3. ഇവിടുന്ന് കേട്ടോ. നോക്കി ഇളിക്കണ നോക്കി. മാസം അത്രേ ഉള്ളൂ. നമ്മളെ മാസം നടത്താം. അത് സീനില്ല. ഇല്ല ഞാൻ നോക്കണോ? ഒരു മാസം നോട്ടം. അത് വേണോ? ഓക്കെ റെഡി 1 2 ആയില്ലേ?
ആ 3x-ഉം നിങ്ങൾ ഓരോ ഭാഗമൊക്കെ വേണ്ടില്ലേ? നിങ്ങളും മാസമായി ഒന്നുമില്ല, ചിലപ്പോൾ അതൊന്നും കട്ട് ചെയ്തെടുക്കേണ്ടി വരും. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇതിപ്പോ നടന്നതാവുമല്ലോ. കൊയങ്ങി ചാവാതിരുന്നാ മതിയാണ്. ആയോ അത് കാണിതാക്കാം. നിങ്ങൾ സെറ്റ് ചെയ്താ നിങ്ങൾ പറയും. നമ്മൾ ഇനി മാസമായിരിക്കും അടിച്ചെന്ന് മറക്കും. അത് കാണിച്ചു അവിടെ ഇരുന്ന് ഇഞ്ഞ ഊക്കാണേ. ആ ഇങ്ങനെ കോൺസെൻട്രേഷൻ കളയില്ല കേട്ടോ. അതാണ്ട സൂം വേണ്ട. ആ നല്ലപോലെ സൂം ചെയ്യാൻ ചെയ്ത് ചെയ്തോ. ആയോ ആ ആ അങ്ങനെ അല്ല ഇങ്ങനെ വന്നത് പിടിക്കണം. അങ്ങനെ ആക്കണോ? അതാവൂലേ? നിങ്ങളിങ്ങനെ പോയിട്ട് ആ ഒരു ഈ ഭാഗത്ത് ആ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി. അങ്ങനെ ഓക്കെ റെഡി. ആ ഞാൻ എടുക്കണില്ലേ ആ ഇങ്ങനെ പൊക്കല്ലേ? ഓക്കെ റെഡി. ഓക്കെ ആ മാസം സീന് ഞാൻ പൊളിക്കണം. ഞാൻ നോക്കിക്ക് ആ ബോക്സ് ഇനി സാധാ തുറക്കല് നിങ്ങൾ ഓപ്പൺ ജസ്റ്റ് ഇങ്ങനെ തുറക്കല് ഫുള്ള് നമുക്ക് കിട്ടണ്ട. ജസ്റ്റ് അതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കണ മാത്രം കിട്ടിയാൽ മതി. അൺബോക്സിങ് പ്രേക്ഷകരും കണ്ടിട്ടില്ല. അത് നിങ്ങൾ എടുത്തോളി. ആ അത് നിങ്ങൾ നമുക്ക് വീഡിയോ എടുത്തതിന് ശേഷം ചെയ്തോളി. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യേണ്ട അറിയോ? ഇത് ഫുള്ള് തുറന്നിട്ടേ ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ സാധനല്ലേ അങ്ങനെ പിടിച്ചിക്കുക. അപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു ചെറിയൊരു ഷോട്ട് എടുത്ത കൈൻ്റെ പിടിച്ചോളി. ഇത്ര എടുക്കൂലേ അതിന്റെ ഒറ്റ ഷോട്ട്. ഇത് എങ്ങനെ പിടിക്കുക? നല്ലത് വൃത്തിയാതേക്കാരം. അങ്ങനെ അല്ല ഇത് ജസ്റ്റ് ഇങ്ങനെതാ ഇവിടുന്ന് കിട്ടിയാൽ മതി. മനസ്സിലായില്ലേ? കവറുകളല്ലേ? കവറിൽ എടുക്കാം. അല്ലല്ലേ കവർ ഊരല്ലേ? എടുക്കല്ലേ? ഞാൻ പിടിച്ചതാണ്. ഉള്ളിൽ ഇങ്ങനെ ഇവിടുന്ന് ഇതല്ലേ? ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ പ്ലേ ബട്ടൺ. ജസ്റ്റ് അൺബോക്സിങ്. മാഷാ അല്ലാ പെട്ടെന്ന് ഒക്കെ പെട്ടെന്നായിരുന്നു. ഇത് ഊരിയതും അല്ല അൺബോക്സ് ചെയ്തതും അങ്ങനെയൊക്കെ. വീണ്ടും ഞങ്ങൾ പറയുന്നു ഡെഡിക്കേറ്റഡ് ബൈ അല്ല. ഞാൻ വേണ്ട ഓല എങ്ങനെ ഇതാക്കണം. നമ്മളെ പേര് അഫ്ലുവിൻ്റെ പ്ലേ ബട്ടൺമേ അഫ്ലുവിൻ്റെ ചെറി ഇത് 916 പുളിയാവല്. കാരണം അത്രയും മുന്നിൽ നോക്കി വിട്ടിട്ട് ഓൽക്ക് വേണ്ടിയിട്ട് 100 രൂപ നീ പിടിച്ചിക്കണ താർന്നിരുന്നിട്ട് മതിയോ? എങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇരിക്കണ ഒരു ഷോട്ട് ആവണോ? ആ പിന്നെ വേണ്ടേ? അത് അൾട്ടിമേറ്റ് മാസാവും. എങ്ങനെ ഇത് ഞാൻ എന്തൊക്കെ എത്തിക്കണം? ഞാൻ ഡയറക്ടറെ വിളിച്ചാണ്. എവിടെ ഇരിക്കണ്ട്? എങ്ങനെ ഇരിക്കണ്ട്? ഞാൻ എന്തെങ്കിലും വേണോ? എങ്ങനെ
ഇങ്ങനെ സിമ്പിൾ ആക്കണോ? ഇത് പ്രതിഷ്ഠക്ക് ഇരിക്കണ മാതിരി ആവൂലേ? ഇത് പ്രതിഷ്ഠക്ക് ഇരിക്കണ ബൂസ്റ്റിന്റെ പരസ്യത്തിൽ ഇരിക്കണ മാതിരി. ആ നിങ്ങള് ഒക്കെ അറിഞ്ഞോളിയോ, കട്ട് ചെയ്യൂലേ? ഓക്കെ. അങ്ങനെ അതും കഴിഞ്ഞു. താങ്ക് യു ഫോർ ആൾ. പെരന്റെ വാതിലോ? പെരന്റെ വാതിലോ അടച്ചിട്ടുണ്ടാവും. ഓക്കെ, അടച്ചിട്ടില്ല. അല്ല, പെട്ടെന്ന് വീട്ടിൽ പോണം, അല്ലെങ്കിൽ ഒക്കെ എടുത്ത് ഓടുന്ന് പറഞ്ഞില്ലേ. പിന്നെ ഒരു ഫോട്ടോ എടുക്കണക്ക് മാറി. ഈ കാല് കാട്ടില്ല, ഈ കാല് പൊക്കി, ഈ കാല് പൊക്കി. ഡൗൺലോഡ് ഒന്നും ചെയ്യണ്ട. അങ്ങനെ അയാൾക്ക് കേൾക്കില്ല. ജിപ്പാനപ്പം നിൽക്കണം. എന്താ പൈത്തോ സാഹചര്യത്തിൽ പറയാനുള്ളത്? ഇപ്പൊ ഇന്റെ പ്ലേബട്ട എങ്ങനെ ഇവിടെ പുളിയാവലാണ്, അമ്മാര് പുളിയാവല്. എന്താ ഇപ്പൊ പറയാ? ഇളിക്കണ നോക്കി. സോ വൈൻഡപ്പ് ചെയ്യാണ് ഇവിടെ ഇന്നത്തെ വീഡിയോ. ഇത്രേ ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. നമുക്ക് 1.25 ലാക്ക് അയക്കണു. അപ്പോൾ ബൈ.